السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സൃഷ്ടാവായ റബ്ബിൻ്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതം ഒരു പരീക്ഷണം. വിശ്വാസിയും പരീക്ഷണങ്ങളും എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കിയാണ് സംസാരിക്കേണ്ടത്. മനുഷ്യജീവിതം നയിക്കപ്പെടുന്നത് പല താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിൽ ജീവിക്കുന്നവനും ഓരോ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുടെ ഉടമകളാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യ അഭ്യസിച്ച് ഉന്നതമായ ഒരു ജോലി കരസ്ഥമാക്കുക എന്ന ആഗ്രഹത്തിനനുസരിച്ചാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ ചില താല്പര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും, ഒരു കച്ചവടക്കാരനാവട്ടെ, ഒരു കൃഷിക്കാരനാകട്ടെ, ഇനി മറ്റു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, അവനവൻ്റേതായ ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് ആലോചിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കവി പാടിയത്. വലൈസത്തുൽ ഹയാത്തിൽ മർഇ ഇല്ല അമാനിയ ഇദാഹിയ ലാഅത്ത് ഫൽ ഹയാതു അലൽ അസരീം. വലൈസത്തുൽ ഹയാത്തുൽ മർഇ ഇല്ല അമാനിയ. മനുഷ്യജീവിതം അത് ചില പ്രതീക്ഷകൾ മാത്രമാണ്, ചില ആഗ്രഹങ്ങൾ മാത്രമാണ്. ആ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാൽ
ജീവിതത്തിൽ ഒരു കഥയുമില്ല, ഒരർത്ഥവുമില്ല എന്ന് കവി പാടാനുള്ള കാരണവും അതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഇന്നും നാളെയുമായി കഴിച്ചു കൂട്ടുവാൻ കാരണമായി തീരുന്നത്. ഈ താല്പര്യങ്ങളാൽ മുന്നോട്ട് പോകുന്ന, ആഗ്രഹങ്ങളാൽ മുന്നോട്ട് പോകുന്ന ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെയുള്ള സമയങ്ങൾ അത് പരീക്ഷണമാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ വചനം സൂചിപ്പിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. തീർച്ചയായും നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മരണവും ജീവിതവും അള്ളാഹു സംവിധാനിച്ചതെന്ന്, സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മളുടെ ഓരോ നിമിഷങ്ങളും, മരണം വരെയുള്ള ഓരോ നിമിഷങ്ങളും പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പരീക്ഷിക്കുന്നതിന് വേണ്ടി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ സൃഷ്ടാവായ നാഥൻ നമ്മൾക്ക് സംവിധാനിച്ചു നൽകി എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിക്ലിപ്തപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിയാൽ അത് കണക്ക് കൂട്ടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണിയാലൊടുങ്ങാത്ത ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി നൽകിയ അള്ളാഹു ആ അനുഗ്രഹങ്ങൾ നൽകിയത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ബഖറ ഞാൻ ഓതി കേൾപ്പിച്ച വചനത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. 155 മുതൽ 157 വരെയുള്ള 2-ാം അധ്യായത്തിലെ വചനങ്ങളാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. തീർച്ചയായും ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്കിടയിലും അതുപോലെ ഫലങ്ങൾക്കിടയിലും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നഷ്ടം സംഭവിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കളെ നീ സന്തോഷ വാർത്ത നൽകുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, തീർച്ചയായും ക്ഷമാലുക്കളാരാണെന്ന് നിനക്കറിയണോ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് വല്ല വിപത്തും വന്നുപോയാൽ, വല്ല വിപത്തിലും അവർ അകപ്പെട്ട് കഴിഞ്ഞാൽ, ഖാലൂ, അവർ പറയുമത്ര, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ ആ നാഥനിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണെന്ന് പറയുന്ന ആളുകൾ, ആ ക്ഷമാലുക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അത്തരത്തിലുള്ള ആളുകൾക്കാകുന്നു അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷയും പടച്ചിറപ്പിൽ നിന്നുള്ള രക്ഷയും പടച്ചിറപ്പിന്റെ കാരുണ്യവും ഉള്ളത്. വഉലൈക ഹുമുൽ മുഖ്തദൂൻ, അവരാകുന്നു മാർഗദർശനത്തിലായിട്ടുള്ളവർ എന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയത് ആ അനുഗ്രഹങ്ങളെ മെല്ലെ മെല്ലെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർക്കാണ് രക്ഷയും അല്ലാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കുക എന്നും അവരാകുന്ന മാർഗദർശനത്തിലുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? പരീക്ഷണങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? പരീക്ഷണങ്ങൾ കൊണ്ട് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അല്ലാഹു നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് അല്ലാഹു നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ദുനിയാവിൽ അല്ലാഹു നമ്മൾക്ക് നൽകിയ
അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നന്മയാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളുടെ ജീവിതത്തെ നന്മകളെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറാം അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫാ ബിഹി യൗമൽ ഖിയാമ. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറാ, തീർച്ചയായും അള്ളാഹു എങ്ങാനും തൻ്റെ അടിമക്ക് നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു അവനെ ശിക്ഷ മുന്തിക്കുന്നതാണ്. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, തീർച്ചയായും അള്ളാഹു തആല എങ്ങാനും ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഷർറാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, തിന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവൻ്റെ തെറ്റുകൾ നിമിത്തം, അവനിൽ നിന്ന് വന്ന ചെറിയ ചെറിയ പിഴവുകൾ നിമിത്തം അവനെ തൊട്ട് അള്ളാഹു തടഞ്ഞു വെക്കും. അവനെ ശിക്ഷിക്കാതെ ആ ശിക്ഷകൾ അള്ളാഹു തടഞ്ഞു വെക്കും. ഹത്താ യുവാഫാ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരിപൂർണമായി കൊണ്ടും ആ ശിക്ഷകൾ കൊണ്ട്, അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷകൾ പരിപൂർണമായി നൽകുന്നത് വരെ അള്ളാഹു അതിനെ തടഞ്ഞു വെക്കുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിരിക്കുന്നത്. അഥവാ നന്മ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പിഴവുകൾക്കുമുള്ള ശിക്ഷകൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകുമെന്നുള്ളതാണ്. അല്ല, അള്ളാഹു നമ്മുടെ ജീവിതം കൊണ്ട് ഷർറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളിൽ നിന്നും സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ പടച്ചറബ് തടഞ്ഞു വെക്കും. എന്നിട്ട് പടച്ചറബ് നാളെ ഖിയാമത്ത് നാളിൽ അത് പരിപൂർണമായി നൽകുന്നത് വരെ അള്ളാഹു അതിനെ തടഞ്ഞു വെക്കുന്നതായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഇതൊന്നാമത്തെ കാര്യം. അപ്പോൾ അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ജീവിതത്തിൽ ശിക്ഷകൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. രണ്ടാമത്തത്, ജീവിതത്തിൽ വല്ല പരീക്ഷണങ്ങളും വരുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് പ്രതിഫലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു നന്നായി പരീക്ഷിക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അടിക്കടിയായി വരിക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമൽ ബലാ വ ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഹു റിളാ ഫമൻ സഖിത ഫലഹു സഖ്ത്. തീർച്ചയായും ഇന്ന ഇളമൽ ജസാ, പ്രതിഫലത്തിൻ്റെ ആധിക്യമുള്ളത് മാ ഇളമിൽ ബലാ, പരീക്ഷണങ്ങളുടെ ആധിക്യത്തിനനുസരിച്ചാണ് പ്രതിഫലങ്ങളുടെ ആധിക്യമുള്ളതെന്നും പരീക്ഷണങ്ങൾ കടുകട്ടിയായാൽ പ്രതിഫലവും കട്ടികൂടുമെന്നും പ്രതിഫലത്തിൻ്റെ തോതും വർദ്ധിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമാ, തീർച്ചയായും അല്ലാഹു എങ്ങാനും ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടു പോയാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കുന്നതാണ്. ആരാ പരീക്ഷണത്തിൽ തൃപ്തരായോ അവന് തൃപ്തിയുണ്ട്. ആരെങ്കിലും അതിനെ കോപിച്ചുകൊണ്ട് അതിനെ വെറുത്താൽ അവന് കോപമാണ്, വെറുപ്പാണ് വരാനിരിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണത്തിനനുസരിച്ചുകൊണ്ട് പ്രതിഫലത്തിൻ്റെ തോത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പരീക്ഷണങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രതിഫലത്തിൻ്റെ തോത് വർദ്ധിക്കുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു നന്നായി പരീക്ഷിക്കുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈമാനിൻ്റെ കട്ടിക്കനുസരിച്ച്, ഈമാനിൻ്റെ തോതിനനുസരിച്ച്, ഈമാനിൻ്റെ ബലത്തിനനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ ബലത്തിനനുസരിച്ച് കൊണ്ട് നമ്മളിൽ പരീക്ഷണങ്ങൾ കൂടുമെന്നാണ്. വിശ്വാസത്തിൻ്റെ ബലമുള്ള പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് എന്നാണ്. പരീക്ഷണം വിശ്വാസം നൈർമല്യമാണോ? വിശ്വാസത്തിൽ ബലമില്ലേ? വിശ്വാസത്തിൽ കട്ടിയില്ലേ? വിശ്വാസത്തിൽ കുറവുണ്ടോ? പരീക്ഷണങ്ങൾ കുറയും.
വിശ്വാസത്തിൽ കട്ടിയുണ്ടോ, വിശ്വാസത്തിൽ കാഠിന്യമുണ്ടോ, വിശ്വാസത്തിൽ ബലമുണ്ടോ, അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നത്. മിസ്അബ് ബിൻ സഅദ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ തൊട്ട് പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചുവത്രേ, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ ചോദിച്ചു, അല്ല അള്ളാഹിൻ്റെ റസൂലേ, അയ്യുന്നാസി അശദ്ദുൽ ബലാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതാരാണ്, പരീക്ഷണങ്ങൾ ആർക്കാണ് നബിയെ വരുന്നത്? റസൂലുള്ളാഹിയുടെ മറുപടി, അല്ലംബിയാ സുമ്മൽ അംസലു ഫല്ലംസലു, പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക, പിന്നീട് അവരെ പോലുള്ള ആളുകൾ യുബ്തലർ റജുലു അലാ ഹസ്ബി ദീനിഹി, ഒരു മനുഷ്യൻ അവനവൻ്റെ മതത്തിൻ്റെ തോതിനനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഫൈൻ കാന ഫീ ദീനിഹി സുൽബാ ഇഷ്തദ്ദ ബലാഉ, ഒരാളുടെ വിശ്വാസത്തിൽ കാഠിന്യമുണ്ട് എങ്കിൽ, അയാളുടെ മതമെങ്ങാനും കാഠിന്യമുണ്ട് എങ്കിൽ, ഇഷ്തദ്ദ ബലാഉ, പരീക്ഷണത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കും, പരീക്ഷണവും വർദ്ധിക്കും. വൈൻ കാന ഫീ ദീനിഹി റിഖാ, അവൻ്റെ ദീനിലെങ്ങാനും നൈർമല്യമാണുള്ളത്, ലോലതയാണുള്ളത്, അതിൽ കാഠിന്യമില്ല എങ്കിൽ, ഇബ്തുലിയ അലാ ഖദ്രി ദീനിഹി, അവൻ്റെ മതത്തിനനുസരിച്ച്, അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംശി അലൽ അർളി വമാ അലൈഹി ഖതിയാ, ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടുന്നത് വരെ അള്ളാഹു അവന് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും, പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് കൊണ്ട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വിശ്വാസത്തിൽ കാഠിന്യമില്ല എങ്കിൽ, അത് നമ്മുടെ മതം നമ്മളിൽ കുറവാണ് എങ്കിൽ പരീക്ഷണം കുറയുമെന്നാണ്. പരീക്ഷണങ്ങൾ, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടൽ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ വിശ്വാസത്തിൽ കാഠിന്യമുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതെങ്കിൽ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ് നാലാമത്തെ കാര്യം, വിശ്വാസികളിൽ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള, വിശ്വാസത്തിൽ കടുകട്ടിയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചതും. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് മാ റഅയ്തുൽ വജഅല അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ പ്രയാസം അനുഭവിച്ച, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ വേദന അനുഭവിച്ച, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ച, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ പ്രയാസം അനുഭവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, നാം മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷണങ്ങൾ, അല്ലാഹു നൽകിയിട്ടുള്ള ഈ പരീക്ഷണങ്ങൾ, ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തൽ വിശ്വാസത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് വർദ്ധിക്കുമെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു നന്നായി പരീക്ഷിക്കുമെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു നന്നായി പരീക്ഷിക്കുമെങ്കിൽ, പരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമാക്കി പ്രതിഫലത്തിൻ്റെ തോത് വർദ്ധിക്കുമെങ്കിൽ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുന്നത് അല്ലാഹു നന്മ ഉദ്ദേശിച്ചവർക്കാണെങ്കിൽ അത് മരണം വരെ, അതിന് കാലമില്ല, അതിന് താമസമില്ല, അതിന് ഇന്ന പ്രായം മുതൽ ഇന്ന സമയം വരെ, ഇന്ന വർഷത്തിൽ ഇന്ന മാസത്തിൽ എന്ന് പ്രത്യേകമായ സമയമില്ല എന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ പരീക്ഷണം ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ യസാലുൽ ബലാഗു ബിൽ മുഅ്മിനി വൽ മുഅ്മിന വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ് വമാ അലൈഹി ഖതിയ. മാ യസാലുൽ ബലാഗു ബിൽ മുഅ്മിനി വൽ മുഅ്മിന, വിശ്വാസിയായ ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു മനുഷ്യന് അല്ലാഹു പരീക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വ മാലിഹി വ വലദിഹി, ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, അവൻ്റെ സ്വന്തത്തിലും അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ സമ്പത്തിലുമുള്ള പരീക്ഷണം പടച്ച റബ്ബ് നൽകിക്കൊണ്ടേയിരിക്കും, അനുഗ്രഹങ്ങളിൽ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ്, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. വമാ അലൈഹി ഖതിയ, അവൻ്റെ മേൽ
യാതൊരു കുറ്റവുമില്ല. അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടുന്നത് വരെ ഒരു മനുഷ്യൻ്റെ സമ്പത്തിലും ഒരു മനുഷ്യൻ്റെ സന്താനങ്ങളിലും ഒരു മനുഷ്യൻ്റെ സ്വന്തത്തിലും പടച്ച റബ്ബ് പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. പരീക്ഷണങ്ങൾ അനുഗ്രഹമാണ്. ആ പരീക്ഷണങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. ആ നന്മകൾ അവൻ്റെ ജീവിതത്തിലുണ്ട് എന്നും വിശ്വാസത്തിൻ്റെ കാഠിന്യത്തെയും അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് എന്നും അറിയിക്കുന്നതാണ് പരീക്ഷണങ്ങൾ. അനുഗ്രഹങ്ങൾ, പല രൂപത്തിലുമുള്ള പരീക്ഷണങ്ങൾ പടച്ച റബ്ബ് ജീവിതത്തിൽ നൽകുന്നത് അത് മരണം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടത്തിൽ നാം ചേർത്ത് വായിക്കേണ്ടത് പരീക്ഷണങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിവിധിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലുണ്ട്. പരീക്ഷണങ്ങളുടെ സമയത്ത് എല്ലാ പരീക്ഷണങ്ങളിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള മരുന്ന്, അതിനെ ചികിത്സിക്കാനുള്ള മാർഗം അത് ക്ഷമയാണ്. ക്ഷമയോടുകൂടി ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിൻ്റെയും സ്വഹിയായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുമ്പോൾ നാം എടുക്കേണ്ട നിലപാടെന്താണ്, ക്ഷമയോടുകൂടി നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, പരീക്ഷണത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രേരണയോടുകൂടി തെറ്റുകൾ സംഭവിക്കുക. അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും വിലക്കിയ, ഇസ്ലാം വിലക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള, ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന പിശാചിൻ്റെ പ്രേരണക്ക് വിധേയരാക്കി തിന്മകൾ സംഭവിക്കുക എന്നുള്ളതാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിക്ക് ആ പരീക്ഷണത്തിൽ രക്ഷപ്പെടാനുള്ള വഴി എന്ത്, ആ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമെന്ത് എന്ന് മഹാനായ പ്രവാചകൻ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവരോട് ഒരു വിലക്കപ്പെട്ട കനി, സ്വർഗത്തിൽ സുഖവാസ ജീവിതം വസിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ മരത്തിലേക്ക് ചൂണ്ടി അതിലെ കായ് നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ പിശാചി അവർക്ക് ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് പൈശാചിക ബോധത്തിലൂടെ പിശാചിനെ അനുസരിച്ചുകൊണ്ട് ചെറിയ ഒരു പിഴവ് പ്രവാചകനിൽ നിന്ന്, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നും അവരുടെ ഭാര്യയിൽ നിന്നും ഇണയിൽ നിന്നും സംഭവിച്ച സമയത്ത് എന്താണ് അവർ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ബഖറയിലൂടെ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖറജഹുമാ മിമ്മാ കാനാ ഫീ. പ്രത്യേകമായ ഒരു മരത്തെ ചൂണ്ടി നിങ്ങളതിനെ സമീപിക്കരുതേ എന്നല്ല പറഞ്ഞപ്പോൾ, അതിനെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾ അക്രമകാരികളുടെ കൂട്ടത്തിൽ പെടുമെന്ന് പറഞ്ഞപ്പോൾ പിശാച് അവരെ ദുർബോധനം നൽകി. അവരത് സമീപിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഫലം ഭക്ഷിച്ചതിൻ്റെ പേരിൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ആദൻ നബിയും അവരുടെ ഭാര്യയും ചെയ്തത്, അവരുടെ ഇണയും ചെയ്തത് പിശാചിൻ്റെ പ്രേരണ ചെയ്തുകൊണ്ട് ചെറിയ ഒരു പിഴവ് അവരിൽ നിന്ന് സംഭവിച്ചപ്പോൾ തലക്കാദമു മിർ റബ്ബിഹി കലിമാത് ഫതഅബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം അല്ലാഹുവിൽ നിന്നുള്ള ചില വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തു. എന്താണ് അവർ സ്വീകരിച്ച വാക്കുകൾ? ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളിതാ സ്വന്തത്തോട് അതിക്രമം ചെയ്തിരിക്കുന്നു. ആ അതിക്രമത്തെ നീ ഞങ്ങൾക്ക് വിട്ടു തന്നില്ല എങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെടും എന്നാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അഥവാ ജീവിതത്തിൽ ചെറിയ ചെറിയ പിഴവുകൾ സംഭവിക്കുമ്പോൾ പാപം ചെയ്തുപോയി അല്ലാഹുവേ പൊറുത്തു തരണമേ, അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാകുമെന്ന് പ്രാർത്ഥിക്കുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ, പിഴവുകൾ സംഭവിക്കുമ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതൊരു പരീക്ഷണമാണ്. അത്തരം പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് പരീക്ഷണങ്ങളിലെ ഒന്നാമത്തെ വഴി.
രണ്ടാമത്തത് പരീക്ഷണങ്ങളുടെ ഒരു വഴി എന്ന് പറയുന്നത് ജീവിതത്തിൽ രോഗങ്ങളും മരണം കൊണ്ടും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളാണ്. രോഗങ്ങളും മരണവും കൊണ്ടുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അഥവാ നമ്മളുമായി ഇടപഴകി ജീവിക്കുന്ന പലരും മരിച്ചു പോകും, പലർക്കും അസുഖങ്ങൾ വരും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ പരീക്ഷണങ്ങളിൽ അവൻ സ്വീകരിക്കേണ്ട നിലപാട്? മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി തീർന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലൂടെ മക്കൾ തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയാൽ മരിച്ചുകൊണ്ടുള്ള പരീക്ഷണം പടച്ച റബ്ബ് നൽകുമ്പോൾ, നഷ്ടപ്പെടുത്തിയുള്ള പരീക്ഷണം നൽകുമ്പോൾ എന്താണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ അവർ അൽഹംദുലില്ലാ ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ഖല്ലിഫിനി ഖൈറ, അല്ലാഹുവേ എനിക്ക് നന്മ നീ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. തൻ്റെ ഇണയും തൻ്റെ തുണയും നഷ്ടപ്പെടുമ്പോൾ ആ രൂപത്തിലുള്ള ഒരു വിചാരവും ആ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയുമാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹുവേ എൻ്റെ ഇണ നഷ്ടപ്പെട്ടിരിക്കുന്നു, തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് നന്മ നീ പ്രദാനം ചെയ്യണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മളുടെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷണമാണ്. മക്കൾ മരണപ്പെട്ടു പോകും. അത്തരം സന്ദർഭങ്ങളിൽ മക്കൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്? മക്കൾ നഷ്ടപ്പെടുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വിശ്വാസിയുടെ മകനെയോ മകളെയോ നഷ്ടപ്പെടുമ്പോൾ, മരിച്ചു പോയാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കുമത്രേ, അഖബൽതും, നിങ്ങൾ പിടികൂടിയോ? എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ കഷ്ണത്തെ നിങ്ങൾ പിടികൂടി ആ സമയത്ത് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച് ഇസ്തിർജാ നടത്തി, അഥവാ ഇന്നാലില്ല ചൊല്ലിയ, അള്ളാഹുവിനെ സ്തുതിച്ച് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച് ഇന്നാലില്ല ചൊല്ലിയ വ്യക്തി ആരോ അവർക്ക് വേണ്ടി ഇബ്നു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ പ്രത്യേകമായൊരു വീട് പണിയുക എന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ നഷ്ടപ്പെട്ടുള്ള പരീക്ഷണം വരുമ്പോൾ നാം ചെയ്യേണ്ടത്, നാം സ്വീകരിക്കേണ്ടത് പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഇന്നാലില്ല ചൊല്ലിയാൽ പടച്ച റബ്ബ് ആ പരീക്ഷണത്തിന് ഫലമായി നാളെ സ്വർഗത്തിൽ ഒരു വീട് നമ്മൾക്ക് പ്രത്യേകമായി നൽകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പമുള്ള ഒരു പരീക്ഷണമാണ് രോഗം കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും. രോഗം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ നാം എടുക്കേണ്ട നിലപാടെന്താണ്? മക്കളെ നഷ്ടപ്പെട്ട പരീക്ഷണവും രോഗത്തിൻ്റെ സമയത്തും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്ന് വളരെ കൃത്യമായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ വിശ്വാസികൾക്ക് ഒരുപാട് പാഠമുണ്ട്. അയ്യൂബ് നബി അദ്ദേഹത്തിൻ്റെ ജീവിതം 3 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയുടെ വർഷം, സമൃദ്ധിയുടെ ഒരു കാലഘട്ടം. അനുഗ്രഹങ്ങൾ നൽകി 16ഓളം മക്കൾ, 10 ആൺമക്കളും 6 പെൺമക്കളും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് താഴ്വരകൾ നിറയെ ആടുമാടുകൾ, പിന്നെ മൃഗങ്ങൾ, അദ്ദേഹത്തിന് ആടും പശുക്കളും ആ രൂപത്തിലുള്ള കാലി സമ്പത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊഴിലാളികൾ, ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടമുള്ള സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി സ്വീകരിച്ചത് അല്ലദീ ജമഅമാലം വഅദ്ദദാ, പണം ഒരുമിച്ച് കൂട്ടി എണ്ണി നോക്കിയ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിഷേധിച്ചവനെ പോലെയല്ല അയ്യൂബ് നബി ആയത്. മറിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2ാമത്തെ കാലഘട്ടം വരുന്നു. അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു നഷ്ടപ്പെടുത്തുകയാണ്. എന്താണ് അദ്ദേഹത്തിന് വന്ന 1ാമത്തെ പരീക്ഷണം? അദ്ദേഹത്തിൻ്റെ കാര്യസമ്പത്ത്,
അദ്ദേഹത്തിന് അല്ല നൽകിയ പരീക്ഷണമായി നൽകിയിട്ടുള്ള ആ ആടുകളും പശുക്കളും മുഴുവനും ഏതോ ഒരു രോഗം വന്ന് ഒറ്റയടിക്ക് ചത്തുപോകുന്നു. ഒറ്റയടിക്ക് ചത്തുപോയി. അദ്ദേഹത്തിൻ്റെ ആ കാലി സമ്പത്ത് നഷ്ടപ്പെടുന്നു. കാലി സമ്പത്ത് നഷ്ടപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൊഴിലാളികളും പിരിഞ്ഞു പോകുകയാണ്. ഭാര്യമാരും മക്കളും പിന്നീട് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അയ്യൂബ് നബിയുടെ ഓരോ മക്കളും വരി വരിയായാണ് മരിക്കുന്നത്. ഒരു മകനോ മകളോ മരിച്ച് മയ്യത്ത് കബറടക്കി തിരിച്ചു വരുമ്പോഴേക്ക് അടുത്ത കുഞ്ഞിൻ്റെ മരണവാർത്ത അദ്ദേഹം കേട്ടിരുന്നുവെന്നാണ്. അങ്ങനെ വരി വരിയായി തൻ്റെ മക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെടലിലും പരീക്ഷണം തീരുന്നില്ല. മാരകമായ അസുഖത്തിന് അദ്ദേഹം ഉടമപ്പെടുകയാണ്. മാരകമായ അസുഖമെന്ന് പറഞ്ഞാൽ ആ രോഗം ശരീരം വ്രണപ്പെട്ടുകൊണ്ട് ചീഞ്ഞൊലിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന പ്രത്യേകമായ ഒരു രോഗം വന്നുകൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെടുകയാണ്. മുഴുവൻ ആളുകളും ഒഴിച്ചോടുന്നു. ഒരു ഭാര്യ അടുത്തു നിന്നെന്ന് പറയപ്പെടുന്നു. ആ ഭാര്യക്കാണെങ്കിൽ പോലും അടുത്ത് നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ദുർഗന്ധം. അത്തരം പരീക്ഷണത്തിൻ്റെ ഘട്ടം വരുമ്പോൾ ഒരു വിശ്വാസി ചെയ്തതെന്താണെന്ന് അയ്യൂബ് നബിയുടെ ചരിത്രത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ ഫസ്തജബ്നാ له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم وأيوب إذ نادى ربه അയ്യൂബ് നബി തന്നെ നാഥനെ വിളിച്ചിട്ടുള്ള സന്ദർഭം. അല്ലാഹുവേ, എന്നെ ഇതാ ദുരിതം പിടികൂടിയിരിക്കുന്നു, എന്നെ ഇതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു, എനിക്ക് കഷ്ടപ്പാട് വന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, പരീക്ഷിക്കുന്നു നാഥാ, പരീക്ഷണത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. അൻത അർഹമുർ റാഹിമീൻ, നീ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണല്ലോ എന്ന് പറഞ്ഞ് ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പടച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ഉത്തരം നൽകി. അദ്ദേഹത്തിന് ബാധിച്ച ഉപദ്രവങ്ങൾ അല്ലാഹു നീക്കം ചെയ്ത് അല്ലാഹു അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന അതിനേക്കാൾ അധികമുള്ള മക്കളെയും സമ്പത്തിനെയും തിരിച്ചു നൽകി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പ്രത്യേകമായിട്ടുള്ള ഒരു വെള്ളം അദ്ദേഹത്തിന് വേണ്ടി ഭൂമിയിൽ നിന്ന് പുറത്തു വരിപ്പിക്കുന്നു. ആ വെള്ളം അദ്ദേഹത്തോട് കുടിക്കാനും കുളിക്കാനും ആവശ്യപ്പെട്ടു. ആ വെള്ളം കുടിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ സുമുഖനായി തൻ്റെ അസുഖം മാറുന്നു. ഭാര്യ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാണ് പിന്നീട് അയ്യൂബ് നബിയുടെ സൗന്ദര്യം തിരിച്ചു വന്നതെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനവും പ്രവാചകന്റെ ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ, രോഗം കൊണ്ടും മറ്റു കഷ്ടപ്പാടുകൾ കൊണ്ടും പരീക്ഷിക്കപ്പെട്ടാൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്തെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശ്വാസികളെ നമ്മുടെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രയാസം നമ്മൾക്ക് വരാറുള്ളത്, ജീവിതത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ മാർഗം മക്കളില്ലാത്ത, സന്താനങ്ങളില്ലാത്ത, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞിനെ നൽകാതെ പടച്ച റബ്ബ് പരീക്ഷിക്കുമെന്നുള്ളതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്താണെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു മറിയമിലൂടെ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ കാഫ് ഹാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. മഹാനായ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലങ്ങളോളമായി മക്കളെ ലഭിക്കാത്ത സന്ദർഭത്തിൽ, മക്കളില്ലാതിരുന്ന സാഹചര്യത്തിൽ പടച്ച റബ്ബിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവേ, എൻ്റെ പിന്തലമുറയെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നു, എനിക്കൊരു പിന്തലമുറ ഉണ്ടാകണമല്ലോ, അല്ലാഹുവേ എനിക്ക് നല്ലൊരു സന്താനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച മഹാനായ പ്രവാചകൻ സക്കരിയാ നബിയുടെ ചരിത്രത്തിലൂടെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ മക്കളെ ലഭിക്കാതിരിക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും അത്തരം പരീക്ഷണങ്ങൾ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പുണ്ടായാലും ഇനി ജീവിതാന്ത്യം വരെ കാത്തിരിക്കേണ്ടി വന്നാലും ശരി, ഒരു ജാറത്തിങ്കിലേക്ക്, ഒരു മക്ബറയിലേക്ക്, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക്, ഒരു ശക്തിയിലേക്ക്, ഒരു പുണ്യപുഷ്പത്തിലേക്ക്, ഒരു പുണ്യമണ്ഡപത്തിലേക്ക്, ഒരു ആൽത്തറയിലേക്ക്, ഒരു ആൽമരത്തിലേക്ക് ഒരു വിശ്വാസി പോകാൻ പാടില്ല എന്നും അത് ശിർക്കാകുമെന്നും
പരീക്ഷണവും മക്കളില്ല എന്നുള്ളത്, മക്കളെ നൽകിയില്ല എന്നുള്ളത്, സന്താനത്തെ ലഭിച്ചില്ല എന്നുള്ളത് പരീക്ഷണമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശ്വാസി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ നഷ്ടപ്പെടുന്നത് മക്കളില്ലാതിരിക്കുക എന്നുള്ള പരീക്ഷണത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടും അപ്പോൾ കൃത്യമാണ്. പിന്നീട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുവാനായി നൽകുന്നതാണ് നാശനഷ്ടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. അത്തരം പരീക്ഷണത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യും? ഭൂമി കുലുക്കമുണ്ടാകുമ്പോൾ, കാറ്റിലൂടെയുള്ള വിപത്തുണ്ടാകുമ്പോൾ, മഴയിലൂടെയുള്ള വിപത്തുകൾ ഉണ്ടാകുമ്പോൾ, മറ്റു ഭൗതികമായിട്ടുള്ള ഉപദ്രവങ്ങളിലൂടെ പടച്ച റബ്ബ് നമ്മെ പരീക്ഷിക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ പരീക്ഷിക്കുമ്പോൾ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാടെന്താണ്? ആ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാടെന്താണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണത്തെ മനസ്സിലാക്കണം. ഖുർആൻ സൂറത്തു റൂമിലെ 41-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീകഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. കരയിലാകട്ടെ കടലിലാകട്ടെ അവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ കുഴപ്പങ്ങളും പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം അത് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അവർ ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ഫലം അവരനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവരെങ്ങാനും മടങ്ങിയേക്കാമെന്ന ചിന്തയിലാണ് പ്രകൃതി ദുരന്തങ്ങൾ അല്ലാഹു നൽകുന്നത്. കരയിലോ കടലിലോ ആകട്ടെ, ഏത് രൂപത്തിലുള്ള ദുരന്തമാണെങ്കിലും അല്ലാഹു നാം ചെയ്തതിന്, നമ്മെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടതെന്നും ഒരിക്കലും കാലത്തെ കുറ്റം പറയരുതേ. ഇന്ന കാലം കൊണ്ടാണ് എനിക്ക് ഇന്നടങ്ങേറ് വന്നത്, ഇന്നടത്ത് പോയത് കൊണ്ടാണ് ഇന്ന പ്രതിസന്ധി വന്നത്, ഇന്ന സമയം കൊണ്ടാണ് ഇന്ന ഉപദ്രവം ഉണ്ടായതെന്ന് പറഞ്ഞ് ഒരു സമയത്തെയോ കാലത്തെയോ പഴിക്കാൻ പാടില്ല എന്നും, അവനങ്ങനെ പോയിരുന്നു എങ്കിൽ ആ സമയമായിരുന്നു ഉപദ്രവത്തിൻ്റെതെന്ന് പറഞ്ഞ് പ്രത്യേകമായ ഒരു സമയത്തെ, പ്രത്യേകമായ കാലത്തെ ശപിക്കാൻ പാടില്ല എന്നും റസൂലുള്ള പഠിപ്പിച്ചു. ലാ തസുബ്ബുദ്ദഹറ ഫഇന്നല്ലാഹ ഹുവദ്ദഹർ. തീർച്ചയായും കാലത്തെ നിങ്ങൾ കുറ്റം പറയരുതേ, അല്ലാഹുവാകുന്നു കാലമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചതെങ്കിൽ ഒരിക്കലും തന്നെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ, അങ്ങോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങോട്ട് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ അവനൊരിക്കലും ആ അപകടം സംഭവിക്കില്ലായിരുന്നു, ആ ബസ്സിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ അവൻ ആ അപകടം സംഭവിക്കില്ലായിരുന്നു, ആ കാറിൽ അവൻ കയറിയത് കൊണ്ടല്ലേ, ഇന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന രൂപത്തിൽ ദുരന്തങ്ങളെ പഴിക്കുവാൻ വേണ്ടി ലൗ എന്നിട്ടുള്ള വിശുദ്ധ അറബിയിലുള്ള പ്രയോഗം ഒരിക്കലും നിങ്ങളത് നടത്തരുതേ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലിൽ ഒരു മുള്ള് തറച്ചാലും ഒരു കല്ല് തറച്ചാലും ഏത് രൂപത്തിലുള്ള മനോവിഷമം ഉണ്ടായാലും, ഒരു പ്രയാസമുണ്ടായാലും, ഒരു കട്ടപ്പാടുണ്ടായാലും, എന്ത് പ്രതിസന്ധിയായിക്കൊള്ളട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണെന്നാണ് അബൂ സഈദുൽ ഖുദരിയിൽ നിന്നും അബൂ ഹുറൈറയിൽ നിന്നുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖു ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. തീർച്ചയായും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം അവനെ പിടികൂടുന്നില്ല, ഒരു വിഷമം അവനെ ബാധിക്കുന്നില്ല, ഒരു ദുരിതവും അവനെ പിടികൂടുന്നില്ല, ഒരു മനോവിഷമവും അവനില്ല, ഒരു പ്രയാസവും അവനില്ല, ഒരു കഷ്ടപ്പാടും അവന് വരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുള്ളവന്റെ കാലിൽ തറക്കുന്നില്ല. അങ്ങനെ തറച്ചാലും ഇല്ലാ കഫറഹുല്ലാഹു ബിഹാ ഖതായാ. പടച്ച റബ്ബ് ആ തറക്കൽ കൊണ്ട്, ആ വിഷമം കൊണ്ട്, ആ ബുദ്ധിമുട്ട് കൊണ്ട്, ആ മുള്ളുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പിഴവ്, ഒരു തെറ്റല്ലാഹു മായ്ച്ചു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ചെറിയൊരു ദുരന്തം, ചെറിയൊരു വിഷമം, കാലിൽ നടന്നു പോകുന്ന വഴിക്കൊരു മുള്ള് തറച്ചാൽ ആ മുള്ള് തറച്ചത് കൊണ്ടും ഒരു പിഴവ്, ഒരു തെറ്റ് അള്ളാഹു പുറത്തു തരും, മായ്ച്ചു തരുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നടന്നു പോകുന്ന വഴിക്ക് കാലെവിടെങ്കിലും തട്ടി, അല്ലെങ്കിൽ കയ്യിൽ ഒരു കത്തി തട്ടി, ഒരു ചെറിയൊരു മുറിവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചാൽ അതുപോലും
അവൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ മുഴുവൻ രംഗങ്ങളും പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ അവൻ സ്വീകരിക്കേണ്ട നിലപാടുമുണ്ട്. കൂട്ടത്തിൽ സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് അത് വിശ്വാസരംഗത്തുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലാണ് യഥാർത്ഥത്തിൽ മുകളിൽ സൂചിപ്പിക്കപ്പെട്ട പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് നാം സ്വീകരിക്കുന്നതിനേക്കാൾ വലുത്, അതിനേക്കാൾ പ്രാധാന്യമുള്ളത് വിശ്വാസരംഗത്തുള്ളൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ സമയത്ത് വിജയിക്കണം. ആ സമയത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ, വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെ വിജയിക്കാൻ കഴിഞ്ഞാലേ നാം നേരത്തെ സൂചിപ്പിച്ച മുഴുവൻ പരീക്ഷണങ്ങളിലും ഏത് നിലപാടെടുത്താലും വിജയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെടാതെ ഒരാളും സ്വർഗത്തിലേക്ക് പോവുകയില്ല. വിശ്വാസരംഗത്ത് നാം സ്വീകരിച്ച ആദർശത്തിൻ്റെ രംഗത്ത്, നാം സ്വീകരിച്ച ആചാരത്തിൻ്റെ രംഗത്ത്, നാം സ്വീകരിച്ച അനുഷ്ഠാനത്തിൻ്റെ രംഗത്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഈ സത്യദീദിനെ പുലുകിയവർ, തൗഹീദിനെ നെഞ്ചിലേറ്റിയവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റിയവർ, അവർ പരീക്ഷിക്കപ്പെടാതെ വിട്ടുപോവുകയില്ല. പരീക്ഷിക്കപ്പെടാതെ ഒരാളും സ്വർഗത്തിലേക്കില്ല. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 214-ാമത്തെ വചനത്തിലൂടെ സൂചിപ്പിച്ചത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ والضراء وزلزلوا حتى يقول الرسول والذين معه متى نصر الله ألا إن نصر الله قريب أم حسبتم أن تدخلوا الجنة അല്ല വിശ്വാസികളെ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന്? വെറുതെ സ്വർഗത്തിൽ പോകുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇല്ല. നിങ്ങൾക്ക് മുൻഗാമികളായി കടന്നുപോയ ആളുകൾക്ക് അവരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബാധിച്ച് അവരിൽ നിൽക്കുന്ന ഇടം അത് പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അവരിങ്ങനെ ആകെ കിടുകിടാ വിറക്കുന്ന രൂപത്തിൽ അവരുടെ കാൽപാദങ്ങൾ വിറപ്പിക്കപ്പെടുമാറ് അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, എപ്പോഴാണ് അല്ലാഹുവിൻ്റെ സഹായമുള്ളത്? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിൻ്റെ സഹായം അത് വിദൂരയല്ല, അത് അടുത്തു തന്നെയുണ്ടെന്ന് നിങ്ങൾ അറിയണേ. വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യമാണ്. വിശ്വാസികളായതിൻ്റെ പേരിൽ, മുജാഹിദുകളായതിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, മുവഹിദുകളാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകുമെന്നാണോ? അല്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല. നിങ്ങൾ പരീക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് മുൻഗാമികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശമാലുക്കളും മുജാഹിദുകളും ആരാണെന്ന്, സ്വാബിറുകളും മുജാഹിദുകളും ആരാണെന്ന് പരീക്ഷിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആന്റെ സൂറത്തു മുഹമ്മദിലെ 31-ാമത്തെ വചനം സൂചിപ്പിച്ചത്. വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബുലുവ അഖ്ബാറകും. നിങ്ങളുടെ കൂട്ടത്തിലെ ക്ഷമയുള്ളവരാരാണ്? നിങ്ങളുടെ കൂട്ടത്തിലെ മുജാഹിദ് ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിലെ മുവഹിദ് ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിലെ യഥാർത്ഥ മുജാഹിദ് ആരാണെന്ന് പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വർത്തമാനങ്ങളെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളെ നാം പരീക്ഷിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുജാഹിദുകളെ, മുവഹിദുകളെ, വിശ്വാസികളെ, ഈമാനുള്ളവരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ശരിക്കാലോചിച്ചോ. വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നതിൻ്റെ പേരിൽ, ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോവില്ല, സ്വർഗത്തിലേക്കില്ല. മറിച്ച് നാം സ്വീകരിച്ച ആദർശത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടും. നാം സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടും. പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദിൻ്റെ പടയാളി, ഏകാംഗ പടയാളി, നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിന് മുമ്പിലും വിഗ്രഹങ്ങളുടെ മുമ്പിലും അക്രമികാരികളായ മുഴുവൻ ആളുകൾക്ക് മുന്നിലും തൗഹീദ് പറഞ്ഞപ്പോൾ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട്. ആ തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ല പരീക്ഷിച്ചതാണ്. തൗഹീദുള്ളവരാണ്. തൗഹീദുള്ള മുവഹിദുകളായ ആളുകളെ, വിശ്വാസം സ്വീകരിച്ചവരെ റബ്ബ് പരീക്ഷിക്കുമെന്നാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രമെങ്കിൽ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്നവരാരെന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മൂസ നബിയുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫിർഔനും അനുയായികളും അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ അവരനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ശിർക്കിലേക്ക് കടന്നുപോയിട്ടുള്ള പരീക്ഷണം അവരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാന്മാരായ മുൻകാലത്തു ജീവിച്ച പലരും പരീക്ഷിക്കപ്പെട്ടു. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിൻ്റെ ആളുകൾ നശിക്കപ്പെടട്ടെ എന്ന് പറയുന്ന സൂറത്ത് ബുറൂജിലെ സംഭവത്തിലൂടെ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ തീക്കുണ്ടാരത്തിലേക്ക് മുലയെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് വലിച്ചെറിയപ്പെട്ട ഉമ്മമാർ ഇന്നലെകളിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിൻ്റെ പേരിൽ മഹാനായ പ്രവാചകൻ മഹാനായ പ്രവാചകൻ പീഡിപ്പിക്കപ്പെട്ടു. മഹാനായ പ്രവാചകൻ അനുയായികളെ ശിക്ഷിക്കപ്പെടുന്നു. വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നു, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ മലർത്തിക്കടത്തപ്പെട്ട് കഴുത്തിൽ കയറ് ബന്ധിച്ച് ആ കയറിൻ്റെ അറ്റം ഒരു മൃഗത്തിൻ്റെ കാലിൽ കെട്ടി ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ വലിച്ചഴക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്ന ബിലാൽ. അതേപോലെ മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മഹദി സുമയ്യ റളിയല്ലാഹു അൻഹാ. അബൂജഹലും കിങ്കരന്മാരും ചുട്ടുപഴുത്ത കുന്തം അവരുടെ മാർവിലത്തിലൂടെ കുത്തിക്കയറ്റുമ്പോഴും അതേ ആ കുന്തത്തെ അവരുടെ കുക്യാവയത്തിലൂടെ കുത്തിക്കയറ്റി അല്ലാ എന്ന വിളിയോടുകൂടി തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്തത് ചുട്ടുപഴുപ്പിക്കപ്പെട്ടിട്ടുള്ള കുന്തം അത് ശരീരത്തിൽ തൊലിയും മാംസവും കരിഞ്ഞുകൊണ്ട് ചീയെന്ന ശബ്ദത്തോടു കൂടി കരിയപ്പെടുമ്പോൾ അദ്ദേഹവും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആദർശരംഗത്ത് നിന്ന് ആരാണ് പിൻവാങ്ങുക എന്ന് പരീക്ഷിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതെങ്കിൽ പ്രവാചകന്മാരുടെ ചരിത്രം, പ്രവാചകന്റെ അനുയായികളുടെ ചരിത്രം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ തൻ്റെ മുമ്പിൽ തിളച്ചുമറിയുന്ന എണ്ണ, ആ തിളച്ചുമറിയുന്ന എണ്ണയിലേക്കതാ തൻ്റെ അനുയായികളെ കൊണ്ടുവന്നുകൊണ്ട് വലിച്ചെറിയുമ്പോൾ എല്ലും മാംസവും രണ്ടായി വേർപിരിയുന്ന കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ ഈമാനിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവോ എന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മു അമ്മാറയുടെ മകനാണ്. ആ ഹബീബ് ഇബ്നു സയ്യിദ് മുസൈലിമത്തുൽ കദ്ദാബിന്റെ മുമ്പിൽ നിന്ന് ഷഹാദത്ത് ഉച്ചയിത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് മുസൈലിമ കള്ളനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ജീവനുള്ള ശരീരത്തിൽ നിന്നും മാംസകഷ്ണം മരിഞ്ഞെടുക്കപ്പെട്ട് പിടഞ്ഞു വീഴുമ്പോൾ ഷഹാദത്ത് ചൊല്ലിയ ഹബീബ് പോയ സ്വർഗം, ഹബീബ് ആഗ്രഹിച്ച സ്വർഗം, ഹബ്ബാബ് ആഗ്രഹിച്ച സ്വർഗം, അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ ആഗ്രഹിച്ച സ്വർഗം, സുമയ്യ ആഗ്രഹിച്ച സ്വർഗം, മഹാനായ അമ്മാർ ആഗ്രഹിച്ച സ്വർഗം, മഹാനായ അമ്മാർ ആഗ്രഹിച്ച സ്വർഗം, മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ആഗ്രഹിച്ച സ്വർഗം, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് ആഗ്രഹിച്ച സ്വർഗം. ആ സ്വർഗം സ്വപ്നം കാണുന്ന വിശ്വാസികളെ, ആ സ്വർഗം ആഗ്രഹിക്കുന്ന മുവഖിദുകളെ, ആ സ്വർഗം ആഗ്രഹിക്കുന്ന മുജാഹിദുകളെ, ആ സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനുകളെ, ശരിക്കാലോചിച്ചോ. വിശ്വാസരംഗത്ത് പടച്ച റബ്ബ് പരീക്ഷിക്കും. കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ കാലശേഷം സഹാബത്ത് പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുരിശ് യുദ്ധത്തിന്റെ സമയത്ത് ഈമാനുള്ള മുഅ്മിനുകളായ ആളുകളെ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ രക്തങ്ങൾ കൊണ്ട് അന്താക്കിയ പട്ടണത്തിൽ രക്തം തളം കെട്ടി നിന്നു എന്ന് പള്ളിയുടെ ഉള്ള് രക്തങ്ങൾ കൊണ്ട് രക്തം മുസ്ലിം സഹോദരങ്ങളുടെ രക്തങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയി. ആ പള്ളിയും നഗരവും രക്തം തളം കെട്ടി നിന്നു എന്നാണ് ചരിത്രം പഠിപ്പിച്ചതെങ്കിൽ ഗർഭിണികളായ സ്ത്രീകളെ കുന്തം കൊണ്ട് കുത്തി അവരുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പുറത്തെടുത്തുകൊണ്ട് അവരുടെ വയറുകീറി ഗർഭത്തിലുള്ള കുഞ്ഞിനെ കുന്തത്തിൽ ഉയർത്തുന്ന കാഴ്ച ഇന്നലെകളുടെ ചരിത്രത്തിൽ വിശ്വാസികൾക്ക് സംഭവിച്ചതെങ്കിൽ മുഅ്മിനുകളെ, മുജാഹിദുകളെ, സ്വർഗം ആഗ്രഹിക്കുന്നവരെ നമ്മൾ പരീക്ഷിക്കപ്പെടും, നമ്മൾ പീഡിപ്പിക്കപ്പെടും. വിശ്വാസരംഗത്ത്, ആദർശരംഗത്താരാണ് ഉറച്ചു നിൽക്കുക എന്ന് അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കുള്ള പരീക്ഷണം ഏത് രൂപത്തിലുമാവാം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ഖിയാമത്ത് നാളിന് മുമ്പ് വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെടുന്നത് ആദർശത്തിൽ ആരുറച്ചു നിൽക്കും. തെറ്റിപ്പോകലുകളും ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനങ്ങളും സംഭവിക്കുമ്പോൾ ആരാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് വലിയ ഒരു പരീക്ഷണമാണ്. മഹാനായ പ്രവാചകന്റെ
അന്തിമ പ്രസംഗം. ആ അന്തിമ പ്രസംഗത്തിൽ പ്രവാചകന്റെ ശബ്ദത്തെ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹാബിവര്യന്മാർ, ആ സഹാബിവര്യന്മാർ അതാ പ്രവാചകന്റെ വാക്കുകൾ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹു മയ്യഇശ് മിൻകും ബഅദീ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വസിക്കുന്നുവെങ്കിൽ, താമസിക്കുന്നുവെങ്കിൽ, ജീവിക്കുന്നുവെങ്കിൽ ഒരുപാട് ഭിന്നിപ്പുകൾ അവൻ കാണേണ്ടി വരും. മുസ്ലിം സമൂഹം ഭിന്നിക്കും, മുസ്ലിം സമൂഹം കക്ഷികളായി വേർപിരിയും. അങ്ങനെ ഭിന്നിക്കലും കക്ഷിത്വവും നിങ്ങൾ കാണേണ്ടി വരും. ആ സമയത്ത് ആ പരീക്ഷണത്തെ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ആദർശത്തിൻ്റെ പേരിൽ ഭിന്നിക്കുമെന്നും അള്ളാഹിൻ്റെ റസൂൽ അതാ ഒരിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരയുന്ന റസൂലുള്ള കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്. സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്താണ് ചോദിച്ചത്? റസൂലുള്ള പറഞ്ഞു കൊടുത്തു, 3 കാര്യം ഞാൻ അള്ളാഹിനോട് ആവശ്യപ്പെട്ടു. 2 അള്ളാഹു എനിക്ക് അനുവദിച്ചു നൽകി, 1 അനുവദിച്ചു നൽകിയില്ല. ഏതാണതെന്നോ? റസൂലുള്ള പറയുന്നത്, എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കരുതേ, മുസ്ലിം സമൂഹം പിളരരുതേ, മുസ്ലിം സമൂഹം കക്ഷികളായി പിരിയരുതേ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. പടച്ച റബ്ബ് അത് കേട്ടില്ല, പടച്ച റബ്ബ് അതെനിക്ക് അനുവദിച്ചു നൽകില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചെങ്കിൽ ഈ സമൂഹം ഭിന്നിച്ച് ഒരു വിഭാഗം സത്യത്തിൻ്റെ കക്ഷികളായി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്നും റസൂലുള്ള പറഞ്ഞു. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. എൻ്റെ ഉമ്മത്തിൽ നിന്നും ഒരു വിഭാഗം സത്യത്തിൻ്റെ കക്ഷിയായി ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും. ആരൊക്കെ അവരെ വിട്ടുപിരിഞ്ഞാലും വേർപിരിഞ്ഞാലും അവർക്ക് വിഷമമില്ല, അവർക്കത് ബുദ്ധിമുട്ടില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, ഹത്താ യഅതി അംറുല്ലാഹ്, പടച്ച റബ്ബിൻ്റെ കൽപ്പന വരുന്നത് വരെ, ഖിയാമത്ത് വരുന്നത് വരെ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ എത്രയുണ്ടായാലും ശരി, യഥാർത്ഥ വിശ്വാസികൾ അതിൽ വിഷമുണ്ടാവുകയില്ല, അവർക്ക് പ്രശ്നമുണ്ടാവുകയില്ല. ആദർശത്തിൻ്റെ പേരിലാണല്ലോ ഭിന്നിപ്പുകൾ. എന്നിട്ട് കുഴപ്പങ്ങൾ ഈ സമൂഹത്തിൽ വർദ്ധിക്കും, ഫിത്നകൾ വർദ്ധിക്കുമെന്നും റസൂലുള്ള. ഒരു മനുഷ്യൻ്റെ കയ്യിൽ, തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിന് തുല്യമായി പരീക്ഷിക്കപ്പെടും. മിഥല ഖബലി അലൽ ജംറ, അവൻ്റെ കയ്യിൽ ഒരു തീക്കട്ട പിടിക്കുന്നതിന് തുല്യമായി വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെടുമെന്നും. ലാ തഖൂമു സ്സാ, ഖിയാമത്ത് സംഭവിക്കില്ല. ഹത്താ യമുറ റജുലു ബിഖബറിൻ, ഒരു മനുഷ്യൻ ഖബറിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ ഫയഖൂൽ, അവൻ പറയും, എത്രയാ ലൈതനി മകാന, ഈ സ്ഥാനമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെട്ട് മരിച്ചുപോയ ഒരാളുടെ ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന രൂപത്തിൽ, പറയപ്പെടുന്ന രൂപത്തിൽ അവൻ പരീക്ഷിക്കപ്പെടും, വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മുജാഹിദുകളെ, മുവക്കിദുകളെ, സ്വർഗം കാക്ഷിക്കുന്നവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ആദർശത്തിൻ്റെ രംഗത്ത് പരീക്ഷിക്കപ്പെടും. ആദർശപരമായ ഭിന്നിപ്പുകൾ ഉണ്ടാകും, വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള പരീക്ഷിക്കും. അവിടെ വിജയിച്ചാലേ, അതിൽ രക്ഷപ്പെട്ടാലേ മുകളിലുള്ള പരീക്ഷണങ്ങളിൽ നാം വിജയിച്ചിട്ടു കാര്യമുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ആൽ ഇംറാൻ 146 മുതൽ 148 വരെയുള്ള വചനങ്ങൾ ആദർശ രംഗത്തുള്ള പരീക്ഷണത്തിൽ, വിശ്വാസരംഗത്തുള്ള പരീക്ഷണത്തിൽ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാടുണ്ട്. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു ദിബ്ബിയൂന കസീർ ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ളഅഫൂ വമസ്തകാനൂ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലൂ റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ഫഅതാഹുമുല്ലാഹു സവാബദ് ദുനിയാ വഹുസ്ന സവാബിൽ ആഖിറ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു ദിബ്ബിയൂന കസീർ. എത്രയെത്ര പ്രവാചകന്മാരാണ്, അവരുടെ കൂടെ ദൈവദാസന്മാർ യുദ്ധം ചെയ്യുകയാണ്. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ്, ആ വിശ്വാസരംഗത്ത് പരീക്ഷണം വന്നപ്പോൾ, രണാങ്കണത്തിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരാരും ദുർബലരായില്ല. വമാ ലഅബൂ, അവർ ബലഹീന
ബലഹീനരുമായില്ല, അവർ ബലഹീനരുമായില്ല. ആദർശരംഗത്ത് വിശ്വാസരംഗത്ത് പരീക്ഷണം വരുമ്പോ ദുർബലരായില്ല, ബലഹീനരായില്ല. വമസ്തക്കാനൂ അവരാരും ഒതുങ്ങിക്കൂടിയില്ല, അവരാരും ഒതുങ്ങിക്കൂടിയില്ല. എന്തായി മുസ്ലിം സമൂഹം ഇങ്ങനെ? എന്തായി മുജാഹിദുകൾ ഇങ്ങനെ? എത്ര പിളർപ്പാണ്, എത്ര വ്യതിയാനങ്ങളാണ്, എത്ര കക്ഷികളാണ്. എന്താണ് ഇനി? എനിക്കൊന്നും കഴിയില്ല, ഞാനിനില്ല, ഞാൻ എൻ്റെ വഴിയുമായി പോവുകയാണെന്ന് പറഞ്ഞ് ഒരാളും ഒതുങ്ങിക്കൂടിയില്ല, ഒരാളും ഒതുങ്ങിക്കൂടിയില്ല. മറിച്ച് വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, ക്ഷമാലുക്കളെ അല്ലാഹു സന്തോഷ വാർത്ത അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആ വിശ്വാസികൾ ആദർശരംഗത്ത് വിശ്വാസരംഗത്ത് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ വർത്തമാനം എന്താണെന്നോ? വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലു റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. പരീക്ഷണത്തിന്റെ സന്ദർഭത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ച് വിശ്വാസരംഗത്ത് തൗഹീദുള്ളവരാരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യതിയാനം സംഭവിക്കാത്തവരാരാണെന്ന് പരീക്ഷിക്കപ്പെട്ടപ്പോ അവരൊക്കെ പറഞ്ഞുവത്രേ, അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ, കാര്യങ്ങളിൽ ഞങ്ങളിൽ നിന്ന് അതിരുകവിയൽ സംഭവിച്ചെങ്കിൽ അത് ഞങ്ങൾക്ക് വിട്ടുതരണേ. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ. നാദാ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണേ, നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവർ കൂട്ടത്തിൽ പറയുന്നത് വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ, അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ, സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ എന്നാത്മാർത്ഥമായി തൗഹീദിന്റെ മാർഗത്തിൽ വിശ്വാസരംഗത്ത് പരീക്ഷണം വന്നപ്പോ ഉറച്ചു നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചവരായ ആളുകൾക്ക് ഫാതാഹുമുല്ലാഹു സവാബദ് ദുനിയാ, ദുനിയാവിൽ അവർക്ക് കൺകുളിർമയും പ്രതിഫലയും പടച്ച റബ്ബ് നൽകുന്നു. വൗസന സവാബിൽ ആഖിറ, പരലോകത്തുള്ള പ്രതിഫലം എത്ര നല്ലത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, മുജാഹിദുകളെ, മുജാഹിദാത്തുകളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, എൻ്റെ സഹോദരങ്ങളോട് മുഴുവനും ആദർശരംഗത്തുള്ള പരീക്ഷണം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ പരീക്ഷണത്തിൻ്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് ഉറച്ചു നിന്ന് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങൾ മായ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാരോ അവർക്ക് പടച്ച റബ്ബ് പ്രതിഫലം നൽകും. ഈ ദുനിയാവിലും പരലോകത്തിലും രക്ഷ ലഭിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള മാർഗം സ്വീകരിക്കേണ്ട. അത്തരം പരീക്ഷണത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഒതുങ്ങിക്കൂടി ഞാനും ഇനി എൻ്റെ ലോകം ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്ന ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലില്ല, അള്ളാന്റെ സഹായം ലഭിച്ചവരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ, ആദർശത്തിൻ്റെ മാർഗത്തിൽ, വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. ആരൊക്കെ പിൻവലിഞ്ഞാലും ആരൊക്കെ പിറകോട്ട് പോയാലും നാം സേവിക്കുന്നവരാവട്ടെ, നാം വെറുക്കുന്നവരാവട്ടെ, നാം ഇഷ്ടപ്പെടുന്നവരാകട്ടെ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരാവട്ടെ, ആദർശരംഗത്ത് നിന്ന് ആരൊക്കെ പിന്തിരിഞ്ഞാലും വിഷമിക്കരുതേ, ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള മുജാഹിദുകളിൽ, മുവഖിദുകളിൽ ഉൾപ്പെടുക, ആ പരീക്ഷണത്തിൽ വിജയിക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നുവത്രേ, യതഅബ്ബദു മിൻ ഹാദി സലാസ, മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹിന്റെ റസൂല് രക്ഷ ചോദിച്ചിരുന്നു. മിൻ ദർകിൽ ശിഖാ വശമാമത്തിൽ അഅദാ വസൂഇൽ ഖദാ വജഹദിൽ ബലാ. അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, ശത്രുക്കളുടെ കാഠിന്യത്തിൽ നിന്ന്, ശത്രുക്കളുടെ ചീത്തവിളിയിൽ നിന്ന്, ശത്രുക്കളുടെ അതിക്രമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, മോശപ്പെട്ട പര്യവസാനങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളുടെ ആധിക്യങ്ങളിൽ നിന്ന് അള്ളാഹിന്റെ റസൂല് രക്ഷ ചോദിച്ചിരുന്നു എന്നാണ്. പരീക്ഷണങ്ങൾ നന്മകളാണ്, പരീക്ഷണങ്ങൾ നന്മകളാണ്. പക്ഷേ ആ പരീക്ഷണങ്ങളുടെ ആധിക്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട്
റബ്ബിനോട് രക്ഷ ചോദിച്ചിരുന്നു എന്നും ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ പരീക്ഷണങ്ങൾ എന്തിനു വേണ്ടിയാണെന്നൊരു വിശ്വാസി എന്ന നിലക്ക് നാം മനസ്സിലാക്കുക. ആ പരീക്ഷണങ്ങളെ നന്മയിലൂടെ സ്വീകരിച്ച് ഓരോ പരീക്ഷണ രംഗത്തും വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാടുകൾ മനസ്സിലാക്കി യഥാർത്ഥ മുജാഹിദുകളായി, യഥാർത്ഥ മുവഹിദുകളായി, യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത്തരത്തിലുള്ള വിശ്വാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോരുത്തർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടി അല്ലാഹും റസൂലും കാണിച്ചു തന്ന രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദർശരംഗത്ത്, വിശ്വാസരംഗത്തുള്ള പരീക്ഷണത്തിൻ്റെ സമയത്ത് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നതിന് പോരടിക്കുന്ന, ഒരിക്കലും മനോപശമത്തോടുകൂടി പിൻവാങ്ങാത്ത ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വദിൽ അശ്ശിർക വൽ മുശ്രികീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബറഹ്മതിക സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.